ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ലോകമെമ്പാടും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു യുവ നേതാവിനെ പറ്റിയാണ്. സൊഹ്റാൻ മംദാനി. ഉഗാണ്ടയിൽ ജനിച്ച ഇന്ത്യൻ വംശജനായ 34 വയസ്സുകാരനായ ഈ യുവാവ് ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ പുതിയ മേയറായി ചരിത്രം കുറിച്ചിരിക്കുകയാണ്. സൊഹ്റാൻ മംദാനി ജനിച്ചത് 1991 ഒക്ടോബർ 18 ഉഗാണ്ടയിലെ കമ്പാല എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ അമ്മയാണ് പ്രശസ്ത ഇന്ത്യൻ സിനിമാ സംവിധായിക മീര നായർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മൺസൂൺ വെഡ്ഡിംഗ്, ദ നെയിം സേക്ക് തുടങ്ങിയ സിനിമകൾ അവരാണ് സംവിധാനം ചെയ്തത്. പിതാവ് മഹ്മൂദ് മംദാനി ഒരു പ്രമുഖ ആഫ്രിക്കൻ പണ്ഡിതൻ, രാഷ്ട്രീയത്തെയും സമൂഹത്തെയും കുറിച്ചുള്ള വലിയ ചിന്തകനാണ്. സൊഹ്റാൻ കുട്ടിക്കാലത്ത് തന്നെ സൗത്ത് ആഫ്രിക്കയിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും മാറി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ ജീവിതവും സ്വപ്നങ്ങളും തുടങ്ങിയത്. അമേരിക്കയിൽ പഠനം കഴിഞ്ഞ സൊഹ്റാൻ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന ആശയത്തോടെയായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്. 2020 അദ്ദേഹം ന്യൂയോർക്ക് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ക്വീൻസ് പ്രദേശത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ശക്തമായി പിന്തുണച്ചു. സൊഹ്റാൻ സ്വയം ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കുന്നു. അതായത് സമത്വം, തൊഴിൽ, സുരക്ഷ, വാടക നിയന്ത്രണം, പൊതുഗതാഗത സൗജന്യം തുടങ്ങിയ വിഷയങ്ങളിലാണ് അദ്ദേഹം പോരാടുന്നത്. കഴിഞ്ഞ ദിവസം സൊഹ്റാൻ മംദാനി മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ മറികടന്ന് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ അദ്ദേഹം ഇന്ത്യൻ വംശജനായ ആദ്യ മുസ്ലിം സോഷ്യലിസ്റ്റ് മേയറായി ചരിത്രം കുറിച്ചു. വോട്ടർമാർ അദ്ദേഹത്തെ വിളിക്കുന്നത് പീപ്പിൾസ് മേയർ. കാരണം അദ്ദേഹം അധികാരത്തിനല്ല, ജനങ്ങളുടെ ശബ്ദമായി മുന്നോട്ട് വന്നവനാണ്. സൊഹ്റാൻ മംദാനിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രധാന കാരണം അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ഒരു നേതാവാണ്. വാടകയോ തൊഴിൽ പ്രശ്നങ്ങളോ ജനങ്ങളുടെ വാസസ്ഥലമോ അദ്ദേഹം നേരിട്ട് ഇടപെടുന്നവയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം യഥാർത്ഥ ജീവിതവുമായി ബന്ധമുള്ളവയുമാണ്. സൊഹ്റാൻ മംദാനിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യം: നാം എവിടെ നിന്നാണെന്നല്ല പ്രധാനപ്പെട്ടത്, നമ്മൾ എന്തിനാണ് നിൽക്കുന്നത് എന്നതാണ്. ഉഗാണ്ടയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് അദ്ദേഹത്തിന്റെ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇഫ് യു സ്റ്റാൻഡ് ഫോർ വാട്ട്സ് റൈറ്റ്, യു ക്യാൻ ചേഞ്ച് ദ വേൾഡ്.